പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കാണുന്നത് ആരാണെന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കുറേ ആളുകൾക്ക് അറിയും. മൂപ്പര് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ അനുജൻ. ആറ്റക്കോയൻ്റെ അതേ പാതയെ പിന്തുടർന്ന് മുന്നോട്ടൊക്കെ പോകുന്നുള്ളത്. പുതിയ പരിപാടിയും തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഏർവാടി മജ്ലിസ്. ഈ ഏർവാടി മജ്ലിസ് എന്ന് വെച്ചാൽ ഏതൊരു മജ്ലിസിനും ഞാൻ എതിരല്ല. കാരണം വെച്ചാൽ മജ്ലിസിനെ കൊണ്ട് സലാത്ത് മജ്ലിസ് അങ്ങനെ ഒരുപാട് മജ്ലിസ് ഉണ്ട്. അതിലും ഗുണമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ അതിൽ ആ മജ്ലിസ് ആ സമയത്ത് ലൈവ് നടക്കുമ്പോൾ വീട്ടിലിരുന്നിട്ടാണെങ്കിൽ സലാത്ത് ചെല്ലുന്നുണ്ട്, ദിക്ർ ചെല്ലുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. അൽഹംദുലില്ലാ. അത് ആര് ചെല്ലിയാലും കൂലി തന്നെ. അപ്പോൾ ആ ചെല്ലാനും വേണ്ടിയിട്ട് ഇവർ ഈ ലൈവായിട്ട് ഇടുന്ന പരിപാടിയാണെങ്കിലും അതും ഒരു കൂലി തന്നെ. ഓക്കെ. പക്ഷെ ഇപ്പം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ മൂപ്പര് ഇപ്പോൾ ഈ തുടങ്ങിയിട്ടുള്ള ഏർവാടി മജ്ലിസിൽ നിന്ന് ആ മജ്ലിസ് ചില ആളുകൾ നല്ല ആത്മാർത്ഥതയോട് കാണുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെല്ലാം ലൈവ് നോക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര വാച്ചേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം ലൈവിൽ തന്നെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ മജ്ലിസിനെല്ലാം ഇഷ്ടപ്പെടുന്നത് കൊണ്ടും സലാത്ത് ചെല്ലുന്നത് കൊണ്ടും ദിക്ർ ചെല്ലുകൾ കൊണ്ടും ഫാത്തിഹ ഓതുന്നത് കൊണ്ടും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ല കാര്യമാണ്. പക്ഷെ അതിനൊന്നും ഞാൻ എതിരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറയാണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്കി ആ മജ്ലിസിൻ്റെ ഇടയിൽ നിന്ന് അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി. കണ്ടില്ലേ? മജ്ലിസ് ചെല്ലുന്നിടയിൽ നിന്ന് ചിരിക്കുന്നു. ആ അടുത്തുള്ള ഉസ്താദിന് ചിരി സഹിക്കാൻ പറ്റായിട്ട് അകത്ത് പോയി. പക്ഷേ ചിരി നല്ല തന്നെ. പക്ഷേ ഒരുപാട് സ്ത്രീകൾ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെ തോന്നുന്നുള്ളത്, അവരെല്ലാം ആത്മാർത്ഥതയോട് കൂടിയാണ് ഈ മജ്ലിസ് കാണാനും വേണ്ടിയിട്ട് ഇരിക്കുന്നുള്ളത്. കാരണം ചില ദിക്റും കാര്യങ്ങളെല്ലാം ചെല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവരെ സമ്മതിക്കേണ്ട എന്തെന്നറിയോ? ആ സമയത്ത് ഇങ്ങനെയുള്ളൊരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ്. അപ്പോൾ ഇവർ ചെയ്യുന്ന ഈ മജ്ലിസിനെ ഇവരെന്നെ പുച്ഛത്തോടല്ല കാണുന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതിൻ്റെ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തമാശയായിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയുടെ കട്ടാക്കിയാൽ പോരെ. പിന്നെ എന്തിനാണ് ഇവർ അപ്ലോഡ് ചെയ്യുന്നത്? ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കും. അപ്പോൾ റീച്ച് കൂടും. അതിനു വേണ്ടിയിട്ടായിരിക്കല്ല ഇവർ ഈ പരിപാടി ചെയ്തത്. എന്നിട്ട് അതിന് ശേഷം മൂപ്പര് വേറൊരു വീഡിയോ ഇതാക്കിന്, ചിരി ഒരു ദോഷമാണോ, ചിരിച്ചാൽ എന്താ തെറ്റെന്ന്. പക്ഷെ ചിരിച്ചാൽ ഒരു തെറ്റില്ല, ചിരി നല്ലതാണ്. പക്ഷേ ഈ ഒരു മജ്ലിസ് നടക്കുമ്പോൾ ചിരിച്ചൊരു തമാശയാക്കിയിട്ട് ജനങ്ങളെ കളിയാക്കുന്ന ഒരു രീതിയല്ലേ.
അതിനുശേഷം ആ മൂപ്പര് ഇറക്കിയ ഒരു വീഡിയോ അത് നിങ്ങൾ കാണും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്കൊരു കൂടപ്പിറപ്പ് ഒരു വീഡിയോ ഉണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ഒരുപാട് അവിടെ കറണ്ടില്ലായിരുന്നു. എൻ്റെ പോയ സമയത്ത് ഒരു കുട്ടി വന്നിട്ട് അപ്പം തന്നെ കറണ്ട് ഇപ്പോൾ ചോദിച്ചു, ഞാൻ കറണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കറണ്ട് വരികയും കുട്ടി കയറിയൊരു ചുറ്റുള്ള കറണ്ട് പോകുന്നത് വെച്ചാൽ ആ കുട്ടി ഒരു ശ്രുതി അവിടെ കാണിച്ചപ്പോൾ ഞാനും ഉസ്താദവറുകളും ഒക്കെ അത് ചിരിച്ചു പോകും. ചരിത്ര വലിയ അപരാധമാണ്. മഹാന്മാരോട് അപകേട് കാണിച്ചതല്ല. കുട്ടി അവിടെ വന്ന് മുന്നിൽ വന്ന് ശുദ്ധി ചെയ്യുമ്പോൾ അറിയാതെ ചിരിച്ചു പോയതാണ്. അല്ലാതെ മഹാന്മാരെ ആരെ പറയും നല്ല സ്ത്രീമാരൊക്കെ ഇങ്ങനെ കോളറിയപ്പോൾ ഞാൻ ഇത് വന്നത് സത്യാവസ്ഥ അറിയണം. ഒരു വ്യക്തി നമ്മൾ മജ്‌ലിസ് നടത്തുന്ന സമയത്ത് മുന്നിൽ വന്ന് ആ ഒരു പ്രസിദ്ധി കാണിച്ചപ്പോൾ മനസ്സിലല്ലേ അറിയാതെ ചിരിച്ചു പോകും. അപ്പോൾ വലിയ കോളാക്കിയിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. നിങ്ങളെ ഞങ്ങൾ ആ കുട്ടിയുടെ പ്രസിദ്ധി കണ്ടപ്പോൾ അറിയാതെ ചിരിച്ചു ഈശ്വരല്ലേ ഈശ്വരമാക്കിയത് അറിവുമല്ലേ. അല്ലാതെ മഹാന്മാരോട് ഒരു കുടപ്പുകേട് കാണിച്ചതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലൈവ് കണ്ടത്. ഞാൻ ചിന്ത ചിലപ്പോൾ കുറേ വീഡിയോ ആളുകൾ ഉസ്താദ്മാരൊക്കെ മറ്റുള്ളവരൊക്കെ ഇറക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരു അപകടമായി നിങ്ങൾ കാണരുത്. കുടപ്പിറപ്പ് അത് ആ കുട്ടിയുടെ പ്രസിദ്ധിയാണ് കാരണമായത്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പറയുമ്പോൾ ഞാൻ സലാത്ത് മജ്‌ലിസിന് എതിരാണെന്ന്. പക്ഷെ ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കാരണം വെച്ചാൽ ഇന്ന് ഒരുപാട് ഉസ്താദന്മാരും അങ്ങനെയുള്ള ഉസ്താദായിട്ട് പറഞ്ഞുകൊണ്ടും സലാത്ത് മജ്‌ലിസും ദിക്ർ മജ്‌ലിസും അങ്ങനെ ഒരുപാട് മജ്‌ലിസ് നമ്മൾ ഓൺലൈനിലായിട്ട് കാണുന്നതാണ്. പക്ഷേ ഓരോ ആളുകളും ജീവിക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. കാരണം വെച്ചാൽ അവർക്കറിയാം ചിലപ്പോൾ എവിടെയും പഠിപ്പിച്ച കാര്യങ്ങളൊന്നും അത്ര വലിയ ശമ്പളം കിട്ടുന്നില്ല, അതാക്കുന്നില്ല. പക്ഷേ യൂട്യൂബിലാണെങ്കിലും ഇങ്ങനെയുള്ള വരുമാനമെല്ലാം കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജീവിക്കാം. പക്ഷേ ഇതൊരു ജനങ്ങളെ ഒരു കബളിപ്പിച്ചിട്ടൊരു ജീവിക്കുന്ന മാതിരി ആയില്ലേ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റ് ഇടണം. കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ ഈ മജ്‌ലിസിന് വേണ്ടിയിട്ട് റെസ്പെക്റ്റ് ചെയ്തു കൊണ്ടും പിന്നെ ഒരുപാട് പാവപ്പെട്ടവർ ഇങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലിയത് കൊണ്ട് നമുക്ക് ഗുണം കിട്ടും, അങ്ങനെ പല കാര്യങ്ങളും അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് അത് കൂലിയാണെന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥതയോടുകൂടി ആ മജ്‌ലിസിലെല്ലാം ഇരിക്കുന്നവരുണ്ട്. അവരെയും ഒരു കളിയാക്കുന്ന മാതിരിയല്ലേ ഈ പ്രിയപ്പെട്ട തങ്ങൾ എന്ന് പറയുന്ന അവർ ചെയ്യുന്നുള്ളത്. എന്നിട്ടും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. അവരും എന്തുകൊണ്ടാണ് അവരിങ്ങനെ പിന്നിൽ പോകുന്നത്? ഇപ്പോൾ ഈ മജ്‌ലിസ് ചെയ്യുന്ന ഇങ്ങനെ പോലുള്ളവർ അവർ ജീവിക്കാനും വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നടക്കുന്നുള്ളത്. പക്ഷേ ഈ ചെയ്ത ഈ ഒരു സംഭവം നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം കേട്ടോ. കാരണം വെച്ചാൽ ഈ ചെയ്ത പ്രവൃത്തി ശരിയാണോ തെറ്റാണോ? റെസ്പെക്റ്റ് ചെയ്യേണ്ടത് അവിടെ ഫാത്തിഹ ഓതുന്നുണ്ട്, ദിക്ർ ചെയ്യുന്നുണ്ട്, ഒരുപാട് മഹാന്മാരെ വിളിച്ചിട്ട് ദുആ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഇവർ ചിരിക്കുന്നുള്ളത്. എന്നിട്ട് ആ ചിരിച്ച കാരണം പറയുന്നത് വെച്ചാൽ ഒരു കുട്ടി ചെയ്ത് ഓക്കെ നിങ്ങൾ എന്ത് ചെയ്താലും സാരമില്ല, പക്ഷേ നിങ്ങൾ അവിടെ ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യണ്ടായിരുന്നു. അപ്ലോഡ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്ലോഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് ജനങ്ങളെ ഏറ്റുപിടിക്കും. ഒരുപാട് അതിന് വീഡിയോ മറ്റുള്ളവർ എന്നെ പോലെയുള്ള ആൾക്കാരെ വീഡിയോ ഇറക്കും, ഉസ്താദന്മാർ ഇറക്കും. അപ്പോൾ നിങ്ങളെ വീഡിയോ എല്ലാവരും പോയി ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിൽ നല്ല ഇതിനങ്ങാട്ട് നല്ല റീച്ചാവും. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെയുള്ള മജ്‌ലിസിലെല്ലാം പോയിട്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാട്ടോ. ഇവരെല്ലാം ചെയ്യുന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷേ സലാത്തും ദിക്റും ചെല്ലിയെങ്കിൽ ഒരുപാട് കൂലിയുണ്ട്, അൽഹംദുലില്ലാഹ്. പക്ഷേ ഇങ്ങനെയുള്ളവരടുത്ത് ഈ ചെയ്ത പ്രവൃത്തി നല്ലതാണോ ശരിയാണോ തെറ്റാണോ നിങ്ങൊന്ന് കമൻ്റ് ഇടണം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തെറ്റുണ്ടെങ്കിൽ നിങ്ങളതും പറയണം.